എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മാർച്ച് 28 ഇനിയൊരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർച്ച് മാസം കഴിഞ്ഞു. പിന്നെ ഏപ്രിൽ, മെയ്, അതിനുശേഷം ജൂൺ 30 HST കോമേഴ്സിൻ്റെ എക്സാം ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം, നമ്മുടെ റിവിഷനാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ തന്നെ അങ്ങനെയുള്ള സബ്ജക്റ്റാണ്. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്കത് വീണ്ടും വീണ്ടും മറന്നു പോകുന്നൊരു ടെൻഡൻസിയാണ്. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റും നന്നായിട്ട് അതിനോടൊപ്പം റിവിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പോവുക. ഇപ്പോൾ നമ്മൾ പറയുന്ന ക്ലാസ്സുകൾ, ഇപ്പം നമ്മൾ റിസർച്ച് മെത്തഡോളജി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇൻകം ടാക്സ് ആണ് എടുക്കുന്നത്. ഇൻകം ടാക്സിൻ്റെ നമ്മുടെ സിലബസിൽ ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ ഇൻകം ടാക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ കാണുക. ഇതിന് മുൻപും ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും, HST കോമേഴ്സിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സിൽ വരുന്ന കുറച്ച് ഡിഡക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A, അതായത് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A ക്യാൻ ബി ക്ലെയിം. These deductions reduce the gross total income to arrive at the total income on which tax is payable. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നവർ ഇതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത ഇൻകം ടാക്സിൽ വരുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം, നമ്മളെല്ലാ ഹെഡ്സിൽ വരുന്ന ഇൻകത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലാസ് ഒന്ന് പോയി കാണുക. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ ഇൻകം ഡിറൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുന്ന സമയത്ത് ATC ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് PPF, LIC അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെയാണ് ATCയിൽ എറൈസ് ചെയ്യുന്നത്. ഈ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 റുപ്പീസാണ്. ദെൻ ATG ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ ടു സ്പെസിഫൈഡ് ഫണ്ട്സ് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. TTA ഡിഡക്ഷൻ ഓഫ് അപ് ടു ₹10,000 ഓൺ ഇൻട്രസ്റ്റ് ഏൺ ഫ്രം സേവിങ്സ് അക്കൗണ്ട്. ദെൻ സെക്ഷൻ ATC PPF contribution ₹1,50,000. Section 80D health insurance ₹20,000. Section 80 TTA നമ്മൾ പറഞ്ഞു ₹10,000 ആണ് ഡിഡക്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡിഡക്ഷൻ എമൗണ്ട് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ദെൻ ഡിയർനെസ് അലോവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾ ഫുള്ളി ടാക്സബിൾ ആണ്. ഡിയർനെസ് അലോവൻസ്, അതുപോലെ തന്നെ കൺവെയൻസ് അലോവൻസ് ഫോർ ട്രാവൽ എക്സ്പെൻസ് എക്സെപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. മെഡിക്കൽ അലോവൻസ് ഫോർ മെഡിക്കൽ എക്സ്പെൻസ് പാർട്ട്ലി എക്സെപ്റ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. സ്പെഷ്യൽ അലോവൻസ് ആണെങ്കിൽ ഇൻക്ലൂഡ്സ് അതർ അലോവൻസസ് ലൈക്ക് എഡ്യൂക്കേഷൻ ഓർ യൂണിഫോം അലോവൻസ് വിത്ത് സ്പെസിഫിക് എക്സംഷൻ. പെർക്യൂസിറ്റ് ബെനിഫിറ്റ് റിസീവ്ഡ് ഇൻ അഡീഷൻ ടു റെഗുലർ സാലറിയാണ് പെർക്യൂസിറ്റ്. പെർക്യൂസിറ്റിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ടാക്സബിൾ ബേസ്ഡ് ഓൺ സാലറി ആൻഡ് സിറ്റി ഓഫ് റെസിഡൻസ്. എംപ്ലോയർ പ്രൊവൈഡഡ് കാർ പാർഷ്യലി ഓർ ഫുള്ളി ടാക്സബിൾ ഡിപ്പെൻഡിങ് അപ്പോൺ യൂസേജ്. ദെൻ വരുന്നത് ക്ലബ്ബ് മെമ്പർഷിപ്പ് ആൻഡ് അതർ പെർക്സ് ടാക്സബിൾ ആസ് പെർ വാല്യുവേഷൻ റൂൾ. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പേയബിൾ മെയ്ഡ് അപ്പോൺ റിട്ടയർമെൻറ്റ്, അതായത് ഗ്രാറ്റുവിറ്റി എമൗണ്ടിൻ്റെ ഡിഡക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെൻഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിലും നമ്മൾ ഡിഡക്ഷൻസ് കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ഈ പെൻഷനെല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലും ഡിഡക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലാസ്റ്റ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻകം ടാക്സിൻ്റെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ, അതുപോലെ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്, അതുപോലെ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ATC to ATU വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻകം ടാക്സ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. താങ്ക്